Dear students, welcome to the ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്ലാസ്. നമ്മൾ സിലബസൊക്കെ നിങ്ങൾ കണ്ടു, എന്തൊക്കെയാണ് സിലബസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അറിഞ്ഞു. ഇന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എഫ് എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിനാൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ ഫിനാൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ആ ഫിനാൻസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിന് എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ല ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതൊരു നല്ല ഫിനാൻഷ്യൽ മാനേജർക്കേ കഴിയൂ. നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടീമിന് എന്ത് ചെയ്യൂ? അത് കഴിയും. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് നമ്മൾ ഫിനാൻസിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് അവർ ന്യൂ ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. The word finance comes from an old French word fine. It means to pay, settle or finish. According to the Oxford Dictionary, the word finance means management of money. According to Encyclopedia of Britannica, finance is an act of providing means of payment. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഞ്ച് വേർഡ് ഫൈൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഫിനാൻസ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഫൈൻ എന്ന് പറഞ്ഞാൽ ടു പേ അല്ലെങ്കിൽ സെറ്റിൽ അല്ലെങ്കിൽ ഫിനിഷ്, നമ്മൾ തീർക്കുക, കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് എന്ത്? ഫൈൻ. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, ബ്രിട്ടാനിക്ക ഡെഫിനിഷൻ പറയുന്നത് ഫിനാൻസ് ഇസ് ആൻ ആക്ട് ഓഫ് പ്രൊവൈഡിങ് മീൻസ് ഓഫ് പേയ്മെൻറ്റ്. നമ്മൾ പേയ്മെൻറ്റ് നടത്താനുള്ളൊരു മീൻസ് ആണെന്ത്? ഫിനാൻസ്. അപ്പോൾ ഓരോ രീതിയിലും പലരും പല ഡെഫിനിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ദെൻ ഫിനാൻസ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിങ് മണി. ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോസ് ഓഫ് മണി ത്രൂ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻസിലെ മണീൻ്റെ ത്രോ, ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും, നമുക്ക് ഇങ്ങോട്ട് പണം വരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു മാനേജ്മെൻറ്റാണ് എന്ത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ് ഫിനാൻസ് സിംപ്ലി റെഫേഴ്സ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് മോണിറ്ററി അഫയേഴ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് മണി, യൂസിങ് മണി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് മണി by the business enterprises. It is the process of using money to make more money. These definitions may be grouped into the following three categories. അപ്പോൾ മണി, നമ്മൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി എന്ന് പറഞ്ഞാൽ മോണിറ്ററി അഫയേഴ്സ് ആണ്. മാനേജ്മെൻറ്റ് ഓഫ് മോണിറ്ററി അഫയേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻസ് എന്ന് പറയുക. അതായത് ദ പ്രോസസ് ഓഫ് അക്വയറിങ് മണി, യൂസിങ് മണി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് മണി. പണം ഉണ്ടാക്കുക, ഉപയോഗിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് പ്രോഫിറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണെന്ത്? ഫിനാൻസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ പണം ഉണ്ടാക്കുക, യൂസ് ചെയ്യുക, കൊടുക്കുക. പണം കൊണ്ടുവരിക, യൂസ് ചെയ്യുക, കൊടുക്കുക. ഇതാണെന്ത്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ ഡെഫിനിഷൻസൊക്കെ ഗ്രൂപ്പ് ചെയ്ത് താഴെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് അപ്രോച്ച്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് അപ്രോച്ച്, finance function in a business may be defined as the task of providing funds needed by the enterprises on the most favorable terms. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അപ്രോച്ച് പ്രകാരം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട്സ് നീഡഡ് ബൈ ദ എൻ്റർപ്രൈസസ്. ഒരു ബിസിനസ്സിന് എത്ര പണം ആവശ്യമുണ്ടോ, എത്ര ഫണ്ട് ആവശ്യമുണ്ടോ, അതാണ് ഫിനാൻസ്. ഫസ്റ്റ് അപ്രോച്ച് പ്രകാരം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം? ഫണ്ട് മാത്രം. ദെൻ സെക്കൻഡ് അപ്രോച്ച്. According to second approach, finance is concerned with cash. എന്തായി മാറി? ഫണ്ട് എന്നുള്ളത് മാറി ക്യാഷായി മാറി. ഫിനാൻസ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു എവറിത്തിങ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ്. അപ്പോൾ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും നമ്മൾ എന്തായിട്ട് പറയും? ഫിനാൻസ് എന്നുള്ള രീതിയിൽ പറയും, ക്യാഷ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് തന്നെ ആവണമെന്നില്ല. ഫണ്ട്, നമ്മുടെ കയ്യിൽ ലാൻഡ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഫണ്ടാണ്. എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്തായിട്ട് പറയും? ഫണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാത്തിനും ഫണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സെക്കൻഡിൽ നമ്മൾ എന്തായിട്ട് പറഞ്ഞു? ക്യാഷ് ആക്കി പറഞ്ഞു. തേർഡ് അപ്രോച്ച്. ദിസ് ഈസ് ദ മോഡേൺ അപ്രോച്ച് ആൻഡ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ വൺ. According to this approach, finance function or business finance is concerned with the procurement of funds and their effective utilization in the business.
അപ്പോൾ തേർഡ് അപ്രോച്ച് പ്രകാരം അല്ലെങ്കിൽ തേർഡ് അപ്രോച്ചാണ് ഇമ്പോർട്ടൻ്റ് അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ഇത് പറയുന്നത് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, അക്വയർ ചെയ്യുക, നമുക്ക് എവിടെ നിന്നാണോ ഫണ്ട് കിട്ടുക അത് സ്വീകരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ബിസിനസ്സിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ബിസിനസ്. അതാണ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനാണ് അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ തേർഡ് അപ്രോച്ച് പ്രകാരമുള്ള മീനിങ് ആണെന്ത്, നമ്മളിപ്പോൾ മോഡേൺ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മോഡേൺ തിങ് പ്രകാരം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അക്വയറിങ് ഫണ്ട് ആൻഡ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ബിസിനസ്. അപ്പോൾ നമ്മൾ 3 അപ്രോച്ച് പറഞ്ഞു. ഫസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് അപ്രോച്ച്, തേർഡ് അപ്രോച്ച്. ഫസ്റ്റ് അപ്രോച്ച് പ്രകാരം ഫിനാൻസ് മീൻസ് ഫണ്ട്, സെക്കൻഡ് ഫിനാൻസ് മീൻസ് ക്യാഷ്, തേർഡ് ഫിനാൻസ് മീൻസ് അക്വയറിങ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട്, രണ്ടും കൂടെ ചേർന്നത്. അപ്പോൾ ഇതാണ് ഫിനാൻസിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് എന്ത് ചെയ്യുക, നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. താങ്ക് യു.